ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ലൈക്കും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ രാവിലത്തെ ചായ കുടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറും കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെയാണ് ഇടൽ. ഇന്ന് എടുക്കുന്ന വീഡിയോ നാളെ ഇടും, നാളെ എടുക്കുന്ന വീഡിയോ മറ്റന്ന്, അങ്ങനെ ഉള്ളൊരു ഇതിലാണ് കേട്ടോ ഞാൻ ഇടൽ. അപ്പോൾ ഇത് ഞായറാഴ്ച നമ്മളെ വീട്ടിൽ തേപ്പിക്കുന്നുണ്ട്. മക്കളും കാക്കും 2 ഫ്രണ്ടുകളും അവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തേക്കാൻ. അപ്പോൾ രാവിലെ അവർക്ക് വേണ്ടി പൊറോട്ടയും ചായയൊക്കെ ഇതാ റെഡിയാക്കിയതായിരുന്നു. അപ്പോൾ അവർ കഴിച്ചിട്ട് ബാക്കി പൊറോട്ട കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളും അതന്നെ രാവിലെ കഴിച്ചത്, വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ കറിക്ക് ബീഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കുക്കറിലാക്കി വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കറി ഒന്ന് മുരിങ്ങ താളിച്ചെടുക്കാനുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബീഫൊക്കെ ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു അർജൻറ്റ് ദിവസമായതുകൊണ്ട് വേഗം തന്നെ ഓരോ പണികൾ എടുക്കട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് ഇടണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്താട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. അതിനി നമ്മൾ ഉള്ളി വാട്ടിയിട്ട് അതിക്ക് കൊട്ടൂലേ, അപ്പോൾ അങ്ങനെ അത് വറ്റി വന്നോളും. അപ്പോൾ ഇന്നത്തെ ബീഫിൽ നല്ല നെയ്യുണ്ട് കേട്ടോ, നെയ്യ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ വറ്റിച്ച് എടുക്കാനാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 2 ഉള്ളി കൊണ്ട് വാട്ടിയിട്ട് പച്ചമുളകും വാട്ടിയിട്ട് ബീഫായിക്ക് കൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാക്കു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മസാല ഇടരുത്, അതുപോലെ തന്നെ ഒരുപാട് ഉള്ളിയൊന്നും ഇടരുത്, പാകത്തിനുള്ളതിട്ട് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മക്കൾക്കായാലും കാക്കുനായാലും ഒരുപാട് മസാല ഇങ്ങോട്ട് ഇട്ട് ഇതാക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ബീഫിൽ ഒരുപാട് മസാല ഇട്ടാൽ തന്നെ ആ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് പോയി കിട്ടും. അതുകൊണ്ട് പാകത്തിന് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ തൊട്ട റൂമിൽ തമ്മിൽ ഒരു കൂട്ടുകാരത്തിൻ്റെ അടുത്ത് പോയി വാങ്ങിച്ചതാണ്. നമ്മളെ ഹിന്ദിക്കാരുണ്ടല്ലോ അവിടെ ഫ്രണ്ടിൽ. അപ്പോൾ ഞങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നും ഇല്ലെങ്കിലൊക്കെ അങ്ങനെ വാങ്ങും, അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ മുരിങ്ങ തളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉള്ളി കഴിഞ്ഞിട്ട്, അപ്പോൾ മക്കളെ പറഞ്ഞയക്കാന്ന് വെച്ചാൽ മക്കളൊക്കെ അവിടെയല്ലേ, അപ്പോൾ കടയിലേക്ക് പോകാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും കഴിയുമ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞയക്കും. ചെറിയ മോനുണ്ടെങ്കിൽ അവനെ പറഞ്ഞയക്കും. അപ്പോൾ ഞായറാഴ്ച അവന് JRCൻ്റെ ക്യാമ്പിന് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനും ഇല്ല. അപ്പം അങ്ങനെ അപ്പുറത്തുനിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങും കേട്ടോ. ഇനി നമ്മൾ വാങ്ങിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ബീഫ് അവിടെ ഞാൻ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട മുരിങ്ങ താളിപ്പാണ്. അപ്പോൾ ബീഫും മുരിങ്ങ താളിപ്പും നല്ല കോമ്പിനേഷൻ കേട്ടോ. അല്ലെങ്കിലും ബീഫൊക്കെ എന്തെങ്കിലുമൊക്കെ താളിപ്പ് രസം ഉണ്ടാകുക. ചിക്കൻ വരട്ടിയതും ബീഫ് വരട്ടിയതിനൊക്കെ താളിപ്പാണ് കേട്ടോ രസം ഉണ്ടാവുക. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഒരു ഇഷ്ടം. അങ്ങനെ ബീഫിൽ വെള്ളമൊക്കെ ഇതാ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഒന്നും കൂടി വറ്റാണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കുരുമുളകൊക്കെ നല്ല പൊടിച്ച് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയാകുമ്പത്തിനും ഫുഡ് ആകണ്ടേ, ഭക്ഷണം ആയി കിട്ടണ്ടേ. പണിയെടുക്കണവർക്ക് വിശന്ന് വരുമ്പോഴത്തേനും വേഗം ആവണ്ടേ വെച്ചിട്ട് അധികമൊന്നും ഞാൻ വീഡിയോ അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ആക്കിയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്നൊന്ന് നിങ്ങളെ അറിയിക്കുക, അത്ര തന്നെ. എന്നിപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്, അടുക്കള വിശേഷങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പോൾ എപ്പോഴും പുറത്ത് പോയി ഫുഡ് കഴിക്കാനും പുറത്ത് ഷോപ്പിങ്ങിന് പോകാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് എന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളം താളിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില ഭാഗത്തൊന്നും ഈ ഒരു കഞ്ഞിവെള്ളം മുരിങ്ങ താളിപ്പ് വല്ലാതെ അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ കണ്ട് ചില അവിടുത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചെയ്യൽ തുറത്തിയിരിക്കണ്. ചില നാട്ടിലൊന്നും ഇതൊരു എന്താണെന്നൊരു അത്ഭുതക്കറി പോലെയാണ് എല്ലാവരും കാണുക. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ പോയാൽ അവിടെ ഒന്നും പാലക്കാടൊന്നും ഇങ്ങനെ കഞ്ഞിവെള്ളം താളിപ്പ് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ പിന്നെ ഏകദേശം അറിയില്ലെത്തിക്കണം. അപ്പോൾ ബീഫും ഏകദേശം വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇലയും ഒക്കെ ഒന്ന് വേകട്ടെ. അപ്പോൾ അതാട്ടോ കുറേ പ്രാവശ്യമായി ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വെള്ളം വറ്റിച്ചെടുക്കണ്ടേ. അപ്പോൾ ലാസ്റ്റ് അടി ഇങ്ങനെ പിടിക്കൽ തുടത്തിയിട്ടോ. അപ്പോൾ ഞാൻ വേഗം ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു ചെറിയൊരു ഗ്രേവിയോടെ വേണം വരട്ടിയ പോലെ. അപ്പോൾ ഞാൻ അതിക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുന്നുണ്ടാവില്ലേ നിങ്ങൾ, തേങ്ങാക്കൊത്ത് അതുപോലെ 2 ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞാനിന്ന് ബീഫ് ഉള്ളി വാട്ടിയത് കേട്ടോ. അപ്പോൾ ഉലുവ 2 മണി ഉലുവ ഇട്ട് കൊടുത്താൽ
നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഉലുവ പൊട്ടിക്കാൻ കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടുന്നതിന് മുന്നേ എണ്ണയ്ക്ക് 2 മണി ഉലുവ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കൊണ്ട് നല്ല രസമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചോറും കറികളും ഒക്കെ ആയി. മക്കൾ ഇനിയിപ്പോൾ വരും, ചോറ് കൊണ്ടുപോകാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അലക്കാൻ പോയാൽ ചിലപ്പോൾ ആ സമയത്താവും അവർ വരിക. അപ്പോൾ പിന്നെ അത് അവിടെ ഇട്ടിട്ട് വരണ്ടേ. അപ്പോൾ എന്തായാലും അവരെ അങ്ങോട്ട് സെറ്റിലാക്കി വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് അലക്കലോ കുളിക്കലോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ ഇന്നലെ നോമ്പിൻ്റെ ഇതിന് കൊടുന്നൊരു മുസമ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പോകാം കേട്ടോ. നല്ല രസമാട്ടോ ഇങ്ങനെ മുസമ്പിയിൽ ഉപ്പിട്ടിട്ട് കഴിക്കണത്. അപ്പോൾ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ മുസമ്പി വേറെ ആരും കഴിക്കില്ല, ഞാൻ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. എനിക്കിഷ്ടമാണ്, മക്കൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. ഒരു ഓറഞ്ചൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴിക്കും. നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, കാട്ടിക്കൂട്ടി അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പായാലും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട്, അതുപോലെ ഓറഞ്ച് കൊടുന്നാലും ചിലപ്പോൾ ഞാനിങ്ങനെ മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കും കേട്ടോ. അപ്പം മക്കളിങ്ങനെ പറയും, ഉമ്മാക്ക് എന്തിനാ പിന്നെ ഇത് കുറച്ച് മുളകും പൊടി ഉപ്പാണ്ട് കഴിച്ചാൽ പോരെ പറയും. അങ്ങനെ നമ്മളെ എന്നും ഇരിക്കണ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതുപോലെ ഇങ്ങനെ താഴത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ എന്താ അറിയില്ല, ഒരു ഗുമ്മിട്ടില്ല, ഒരു രസം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കുകയാണെങ്കിൽ ചായ കുടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയാണൊക്കെ ഈ ഒരു സീറ്റാട്ടേണ്ടത്. എൻ്റെ ഡൈനിങ് ടേബിളാണിത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കില്ല, പിന്നെ മേശ തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവരും ഇരിക്കുമ്പോൾ രാത്രിയൊക്കെ, പിന്നെ അല്ലാത്ത ആരും ഇല്ലാത്ത ടൈമിൽ കേട്ടോ അങ്ങനെ ഇരിക്കുള്ളൂ. ഒറ്റയ്ക്കൊക്കെ അല്ലേ വീട്ടിൽ പിന്നെ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. മക്കൾ ഓരോ വഴിക്ക് അങ്ങനെ ഓരോരുത്തർ പഠിക്കാനായിട്ടും ചെറിയ മോനെ സ്കൂളിലേക്കായിട്ടും അങ്ങനെ കാക്കു പണിക്കും പോകും. അപ്പോൾ പിന്നെ നമ്മൾ തനിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോറൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മോൻ വന്നിട്ട് അവൻ്റെ കൂടെ പോകും കേട്ടോ. അങ്ങനെ ചോറൊക്കെ കൊണ്ടുപോയി പിന്നെ ഞാൻ വന്നപ്പോഴൊക്കെ രാത്രി 7 മണിയായിട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ കാക്കു പണിക്കാർ പോയിട്ടും കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അവിടെയുള്ള കഴുകാനും ഒലുമ്പാനും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്തിട്ട് പിന്നെ 7 മണിക്കാണ് ഞങ്ങൾ വന്നത്. പിന്നെ അവനവൻ്റെ പണിയാകുമ്പോൾ പിന്നെ ടൈം ആയാലും കുഴപ്പമില്ലല്ലോ. മറ്റേത് പുറമെ പണിക്കൊക്കെ പോകുമ്പോൾ 5:30 ആകുമ്പോഴത്തേനും 5:45 ആകുമ്പോഴത്തേനും പണി ടൈമായി കയറും. പക്ഷെ ഇതിപ്പോൾ നമ്മൾ വീടല്ലേ, അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഞാനിതാട്ടോ തിന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആകെ വായൊക്കെ എരിയൽ തുടത്തിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്താപ്പോൾ എരിയണ സംഭവം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ മുരിങ്ങക്കും വേണ്ടി പച്ചമുളക് അരിഞ്ഞ കത്തി കൊണ്ടല്ലേ നമ്മൾ മുസമ്പി മുറിച്ചത്. അപ്പോൾ അതിൻ്റെ ആ എരിവാണ് കേട്ടോ. നല്ല വായും ചുണ്ടൊക്കെ ഭയങ്കര നീറ്റൽ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഞാൻ മറന്നിരുന്നു കേട്ടോ, എന്താപ്പോൾ സംഭവം, എരിവിനുള്ള സംഭവം എന്തായിരുന്നു എന്നിങ്ങനെ ആലോചിച്ചിരിക്കണം. അപ്പോഴാണ് നമുക്ക് പിടുത്തം കിട്ടിയത്, പച്ചമുളക് അരിഞ്ഞ കത്തി കൊണ്ടാണ് നമ്മൾ മുസമ്പി അരിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.